ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് വന്ന കാമാഖ്യ യാത്ര, എല്ലാ യാത്രകളിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇരുത്. ഇപ്പോൾ പോയ കാമാഖ്യ യാത്രയിലും അതുപോലെയാണ്. നമ്മൾ സാധാരണ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് ഒക്കെ എടുക്കുക. ഇപ്പോൾ കാമാഖ്യയിലെ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് 3000 രൂപ വരെയൊക്കെ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എൻട്രി ഒക്കെ നേടുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ പേ ചെയ്ത്, നമ്മളിപ്പോൾ 70-75 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളതൊക്കെ പേ ചെയ്തിട്ട് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴേ സമയത്തിന് ദർശനത്തിന് 20 പേർക്കേ കയറാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും കയറാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കയറാൻ പറ്റും, കുറച്ച് പേർക്ക് 20 പേർക്ക്, പിന്നെ കുറച്ച് പേർക്ക് നാളെ രാവിലെ, പിന്നെ നാളെ ഉച്ചയ്ക്ക്, അങ്ങനെ കയറാൻ പറ്റുള്ളൂ പറയാം. അപ്പോൾ ആകെ 4 ദിവസത്തെ യാത്ര. അപ്പോൾ അതിൽ 2 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാമാഖ്യയിലേക്ക് കയറിപ്പോയി, അവിടെ പോയി തൊഴുതു, ഇവിടെ പോയി തൊഴുതു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ, അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് നിൽക്കുകയാണോ? അപ്പോൾ നിൽക്കുകയാണ്, പേയ്മെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ശരി, പക്ഷേ വേറൊരു കാര്യം ചെയ്യും, അവിടെ ജനറൽ ക്യൂ ഉണ്ട്, അവിടെ പോയിട്ടൊന്ന് നോക്കൂ, ചിലപ്പോൾ പറ്റിയല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഈ 55 പേരെയും കൊണ്ട് ആദ്യം അവരെയും കൊണ്ട് അങ്ങ് താഴെ വരെ നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ജനറൽ ക്യൂവിൽ ഒരു മനുഷ്യരും ഇല്ല. ഇവിടെ സ്പെഷ്യൽ ദർശൻ വല്ലാണ്ട് ക്യൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും ഇങ്ങ് വരാൻ പറഞ്ഞു. പോയി നമ്മൾ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് ടിക്കറ്റിൻ്റെ. എന്നിട്ട് പിന്നെ അത് പോകുന്നതിന് നമുക്ക് വിഷയമല്ലോ. നേരെ ഇവിടെ വന്നു, ജനറൽ ക്യൂവിൽ വന്നപ്പോൾ നേരെ അവരൊന്ന് വരും, നമുക്കൊരു ഫോട്ടോ എടുക്കും, നമുക്കൊരു കൂപ്പൺ തരും, നമ്മൾ അതിനകത്തൂടി പോയി സുഖമായിട്ട് 2 മണിക്കൂർ കൊണ്ട് തൊഴുതു വരാണ്. ഈ തൊഴുത്, അതായത് ഇന്ന് വരെ അങ്ങനെ തൊഴുതിട്ടില്ല, ജനറൽ ക്യൂവിലൂടെ നമ്മൾ കയറിയിട്ടേ ഇല്ല. പക്ഷേ ജനറൽ ക്യൂവിലൂടെ വളരെ കംഫർട്ടബിളായിട്ട് പോയി, അകത്ത് പോയി, വളരെ കുറച്ച് നേരം മാത്രം ക്യൂ നിന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജാരിമാരെല്ലാം വളരെ ഹാപ്പി ആയിട്ട്, അന്നത്തെ ദിവസത്തെ ഇതെല്ലാം ഏകദേശം കഴിയാറായല്ലോ, ഹാപ്പി ആയിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി അങ്ങനെ തൊഴുതോളൂ, ഇങ്ങനെ തൊഴുതോളൂ എന്നൊക്കെ പറയണം. സാധാരണ കാമാഖ്യയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും തൊഴുന്നതിന് മുന്നേ ഒച്ചയിടലും ബഹളമൊക്കെയാണ്. നമ്മൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഒരു നിമിഷമേ നമുക്കവിടെ കിട്ടുള്ളൂ, ആ നിമിഷം നമ്മളത് മാക്സിമം നമ്മൾ ആ കണക്ഷൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ സത്സംഗങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടപ്പോൾ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുടുംബത്തിൻ്റെ പേരൊക്കെ ചോദിച്ച്, ആൾക്കാരുടെ പേരൊക്കെ ചോദിച്ച്, ഓക്കെ അവർക്കെല്ലാം പൂജയൊക്കെ ചെയ്ത് അത്ര റിലാക്സ്ഡ് ആയിട്ട് കാമാഖ്യയിൽ. അപ്പം നമ്മൾ ഈ രാവിലെ തൊട്ടുള്ള ഈ ഓടിക്കൽ മുഴുവൻ എന്തിനാണ് എന്നുള്ളത് 3 തവണ ഞാൻ ആ സ്റ്റെപ്പ് എല്ലാവരും ഈ താഴ്ന്ന നീലാജലം മുഴുവൻ കയറി മേളിൽ പോകേണ്ടി വന്നു 3 തവണയൊക്കെ. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് തൊഴുത് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം അതും വിശേഷമായിട്ട് പ്രദോഷത്തിനോ മറ്റോ നമ്മളിങ്ങനെ 3 തവണ കാമാഖ്യയിലെ കിഴക്കേ നടയിലൂടെ കയറിയാൽ അത് തന്നെ മതി എന്നാണെന്ന് പുണ്യം. ഇതൊന്നും ബന്ധമില്ലാത്ത വേറൊരാൾ വന്ന് പറയാം. അപ്പോൾ അതുപോലെ ഇങ്ങനെയാണ് പദ്ധതികൾ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒന്നും. അപ്പം നമ്മൾ യാത്രയ്ക്ക് വരുന്നവരോട് ആദ്യമേ പറയും, ഇങ്ങനെ കൃത്യമായിട്ട് ഇന്നതുപോലെ വേണം എന്നൊക്കെ ഉള്ളവർ ഈ യാത്ര ഒഴിവാക്കുക. മോക്ഷയുടെ യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും, നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ആലോചിക്കുക. ഒന്നിത് ഒരു സ്ഥലത്തേക്ക് മാത്രം. ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്നു, എന്നാൽ അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ താജ്മഹൽ എത്തില്ലേ, താജ്മഹലിലേക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുക. എന്തുകൊണ്ട് താജ്മഹൽ ഉൾപ്പെടുത്തിക്കൂടാന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഒരു യാത്ര അല്ല. ഇപ്പോൾ കാമാഖ്യയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് 1 മണിക്കൂറുടെ 120 കിലോമീറ്ററുള്ള ഷില്ലോങ്, എന്തുകൊണ്ട് ഷില്ലോങ്ങിലേക്ക് പോയിക്കൂടാ? അതായിക്കോട്ടെ, അതിന് ഒരുപാട് യാത്രകൾ വേറെ ഇല്ലേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നത്. ഇത് അങ്ങനെയുള്ള അല്ലാതെ ഇത് ഈ ഒരു 4-5 ദിവസം ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാറ്റി വെക്കാനുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള യാത്രകളാണ്, എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ ഇത് അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ടൂർ ഓപ്പറേഷനോ അല്ലെങ്കിൽ പിന്നെ സ്പിരിച്വൽ ടൂറെന്നോ അല്ലെങ്കിൽ പിൽഗ്രിമേജ് എന്നോ പോലും ഇതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത്. ഇതിങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡായിട്ട് നിൽക്കുകയാണ്. അത് ആര് ഡിസൈൻ ചെയ്യുന്നു? മോചിത എന്ന് പറയുന്ന വ്യക്തിയല്ല ഡിസൈൻ ചെയ്യുന്നത്, അതാ പ്രകൃതി അല്ലെങ്കിൽ അവിടുത്തെ ഒരു രീതികളുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ എന്തൊക്കെയാണ് എനർജി എന്ന് മാത്രം പഠിച്ചു വെക്കുന്നു, അത് പരസ്പരം ഷെയർ ചെയ്യണു, എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു ആ ഒരു പദ്ധതി അവിടെ നടത്തപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നവർക്കുള്ള യാത്രകളാണ്. അല്ലാതെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കൂടുതൽ അമ്പലം കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കൂടുതൽ ഏരിയ നമ്മളിപ്പോൾ അവിടം വരെ പോയതല്ലേ എന്നാൽ പിന്നെ അപ്പുറത്തുകൂടി പോവാം എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരു യാത്ര വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വൃന്ദാവനം പോയി കഴിഞ്ഞാൽ 7 ദിവസം ആദ്യമൊക്കെ പോകുന്നവരെല്ലാവരും എന്നോട് ചോദിക്കായിരുന്നു, 7 ദിവസം വൃന്ദാവനത്തിൽ എന്താ കാണാനുള്ളത്? 2 ദിവസത്തിൽ കൂടുതൽ ഒന്നും കാണാനില്ല. എന്താ ഈ 7 ദിവസം കാണാൻ? 7 ദിവസം മതിയാവോ? 14 ദിവസം മതിയാവോ? എത്ര കണ്ടാലും മതിയാവാത്ത ഇനിയും എത്രയോ കിടക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കും ഓരോ ദിവസം കൂടെ കൂട്ടണം എന്നാണ്. പക്ഷെ പലർക്കും ഈ ലീവിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും നേരം, ഇപ്പോൾ നമ്മുടെ കാശി യാത്ര 11 ദിവസമാണ്, അതെങ്ങനെ ചുരുക്കും എന്ന് എനിക്കറിയില്ല. അത്രയും കണ്ടില്ലെങ്കിൽ എങ്ങനെ കാശി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ഷയോടൊപ്പം അല്ലെങ്കിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവർ എല്ലാം കാണണം എന്ന് വിചാരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എല്ലാ യാത്രകളും പോകുന്ന പോലെ വന്നാൽ പറ്റില്ല. ഒരു പ്രത്യേക
മനസ്സിന്റെ തയ്യാറെടുപ്പോടുകൂടി വന്നാൽ മാത്രമേ ഈ യാത്രയിൽ അതിന്റെ Moksha, Journey to the Self.